ഹലോ ഗായ്സ്, എന്ത് കഥ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ ഇന്നാണ് ദീപാവലി. അപ്പോൾ ഞാൻ കുറച്ച് പടക്കം മേടിച്ചിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടോ പടക്കം ഇങ്ങനെ ദീപാവലിയുടെ ദിവസം മേടിക്കുന്നത്. നമ്മൾ വിഷുവിന് പടക്കം മേടിക്കുന്ന അല്ലാണ്ട് ദീപാവലി നമ്മുടെ ഈ വടക്കേ മലബാറിൽ അങ്ങനെ വലിയ ആഘോഷിക്കലില്ല. പക്ഷെ ദുബായിൽ എല്ലാ ആഘോഷവും എല്ലാവരും ചെയ്യലുണ്ടല്ലോ. ഞാൻ കുറച്ച് പടക്കം മേടിച്ചു. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അറിയണമല്ലോ. അങ്ങനെ അത് മേടിച്ച് നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ദുദ്ദുവിൻ്റെ അടുത്ത് പോകാനായിരുന്നു. ദുദ്ദുവിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കച്ചയുണ്ട്. അവിടെ എല്ലാ കൊല്ലവും നോർത്ത് ഇന്ത്യൻസ് വൻ ആഘോഷമാക്കലുണ്ട് ഈ ദീപാവലി. അപ്പോൾ അവിടെ പോയി ഒന്ന് കാണാമെന്നൊക്കെ വെച്ചിട്ട് പോയതാണ്. ഇക്കൊല്ലത്തെ ആഘോഷം എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറായിരുന്നു. ഞാൻ വിചാരിച്ചതിൽ അപ്പുറമായിരുന്നു ഇവിടുത്തെ സെലിബ്രേഷൻ. ഞാൻ നാട്ടിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെടിക്കെട്ടും ആൾക്കാരെ കൂട്ടം കണ്ടിട്ടുണ്ടാവില്ല. അത്രക്ക് നമ്മളെ ഈ നാട്ടിലെ വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീരും. ഇതങ്ങനെയല്ല കേട്ടോ. ഇതൊരു 2, 3, 4 മണിക്കൂർ, 12 മണി വരെ, ഒരു 7 മണിക്ക് തുടങ്ങുന്ന വെടിക്കെട്ടാണ്. 12 മണി വരെ നിർത്താണ്ട് വെടിക്കെട്ടാണ് ഈ എല്ലാവരും കൂടി ഇന്ന് സെന്ററിൽ വെച്ച് പൊട്ടിക്കുന്നത്. പോലീസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കസിൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ പറ്റുന്ന രീതിയിൽ ആഘോഷിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഹാപ്പി ആയിരുന്നു. കുഞ്ഞിപ്പെണ്ണിന്റെ ടീമിനൊക്കെ കണ്ടു അവിടെ. അപ്പോൾ ദുബായിലെ ദീപാവലി ആഘോഷം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ദീപാവലി ദിവസത്തിന്റെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ നമ്മളെ ബാക്ക് സൈഡിലെ അവസ്ഥയും ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ ദീപാവലി വാസ് സോ 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 ഗുഡ്. അപ്പോൾ ഇനി ഇങ്ങനെ വീട്ടിന്റെ അടുത്ത് പടക്കം പൊട്ടിക്കുന്നൊക്കെ കാണുമെങ്കിൽ അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. ടാറ്റാ ബൈ ബൈ.